എനിക്ക് 2 ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ഹെൽത്ത് ഇഷ്യൂസ് മാറിയില്ലായിരുന്നെങ്കിൽ പിന്നീട് ഞാൻ ജീവിതത്തിൽ ആസ്വദിച്ച ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് രണ്ടും മാറി. പക്ഷെ അത് എങ്ങനെ മാറി? ട്രീറ്റ്മെൻറ്റിലൂടെ അല്ല മാറിയത്. ആ ഒരു മാറ്റവും ഇതെങ്ങനെ എൻ്റെ ലൈഫിനെ മാറ്റി എന്നും പറയാനാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ചെറുപ്പം തൊട്ട് ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആസ്മ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ ഇത് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കണ്ടു നിൽക്കുന്നവർക്കാണ് കൂടുതൽ വിഷമം. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ശ്വാസം എടുക്കുമ്പോൾ പാരൻസിനൊക്കെ അത് കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതോടൊപ്പം എനിക്കുണ്ടായിരുന്ന 2 പ്രശ്നമാണ്. ഒന്നാമത്തേത് പൊടി അലർജി ആയിരുന്നു. കുറച്ച് പൊടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുമ്മൽ തുടങ്ങും. തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ മൂക്കടപ്പാവും. പിന്നെ അത് പതുക്കെ ശ്വാസം മുട്ടിലേക്ക് മാറി പിന്നെ ആസ്മയിലേക്ക് പോകും. അതേപോലെ തണുപ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. തണുപ്പ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും മൂക്കടപ്പ് വരും. പിന്നെ വീണ്ടും കഫക്കെട്ടാവും, ശ്വാസം മുട്ടാവും, വീണ്ടും ആസ്മയിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും എനിക്ക് വരാത്ത രീതിയിൽ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് പാരൻസ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം എന്നെ ട്രിഗർ ചെയ്യുന്ന 2 സാധനം പൊടിയും തണുപ്പുമാണ്. അത് വരാത്ത രീതിയിൽ അവരെന്നെ കൊണ്ട് നടന്നിരുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആസ്മ വന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു. പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഈ സമയത്ത് എൻ്റെ ഫ്രണ്ട് സജീഷ്, അവൻ നാട്ടിൽ തന്നെയുള്ള ആളാണ്. സജീഷ് ഒരു കാറ് വാങ്ങി. അപ്പോൾ അവൻ കാറ് വാങ്ങിയിട്ട് ഇത് ഓടിച്ച് സെറ്റാവാനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാർ എടുത്ത് പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അവൻ്റെ കസിൻസൊക്കെ കൂടെ പോകും. അങ്ങനെ പോയിട്ട് ഒരിക്കൽ ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാം എന്നൊരു പ്ലാൻ വന്നു. അപ്പോൾ ഞാൻ ഈ ബിടെക് കഴിഞ്ഞ ടൈമിൽ ട്രിപ്പ് പോകുന്ന സമയത്തൊന്നും എന്നെ അങ്ങനെ ട്രിപ്പിനൊന്നും വിടില്ലായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ട്രിപ്പിനോ മറ്റോ പോയിട്ടുള്ളൂ. കാരണം എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കിങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും സെൻസിറ്റീവായ ഒരാളുള്ളപ്പോൾ ആളോട് നേരെ നീ മഞ്ഞ് കൊള്ളാൻ പോക്കോ അല്ലെങ്കിൽ പൊടിയടിക്കാൻ പോക്കോ എന്ന് ആരും പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും അങ്ങനെ ട്രിപ്പിനൊന്നും പോയിരുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ പോയത് വല്ലങ്കി വേലയ്ക്കാണ്. അപ്പോൾ അവിടെ തണുപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതിന് ഞങ്ങൾ വല്ലങ്കി വേല കാണാൻ പോയി. അവിടെ പോയി ആകെ ചൂടെടുത്ത് വയ്യാതായിട്ട് രാത്രി പോയിട്ട് കുളത്തിൽ മുങ്ങി കുളിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നെല്ലിയാമ്പതി പോയിട്ട് തണുപ്പൊക്കെ അടിച്ച് കൂളായിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ യാത്രകൾ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല ശരീരത്തിന്. അവിടെ പോയിട്ട് കുഴപ്പമൊന്നുമില്ല, അത് തിരിച്ചു വന്നു. അങ്ങനെ ഇവൻ്റെ കൂടി വീണ്ടും ചില സ്ഥലങ്ങൾക്കൊക്കെ യാത്രയൊക്കെ പോയി തുടങ്ങി. കുറേശ്ശെ ഈ തണുപ്പിനോടുള്ള പ്രശ്നം കുറച്ചിങ്ങനെ മാറി വന്നു തുടങ്ങി. ഈ ടൈമിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. അവിടെ പഠിപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ്, ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ബോർഡിൽ എഴുതണം, അത് മായ്ക്കണം. ഇത് രണ്ടും ചെയ്യുമ്പോൾ പൊടി അടിക്കും. അങ്ങനെ ആദ്യത്തെ 1-2 ക്ലാസ്സിനൊക്കെ നല്ല തുമ്മലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ പൊടി അലർജി അങ്ങോട്ട് മാറി. കാരണം ഡെയിലി ഞാൻ പോയിട്ട് ബോർഡിൽ എഴുതും മായ്ക്കും. ഈ പൊടി അടിച്ചിട്ട് ബോഡിക്ക് മതിയായി. ഈ പൊടി അടിക്കുമ്പോഴേ തുമ്മി തുടങ്ങി കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ചിട്ട് അങ്ങനെ 1 കൊല്ലം പഠിപ്പിച്ചപ്പോഴേക്കും ഈ പൊടിയുടെ അലർജി മാറി. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം ഞാൻ മറ്റൊരു കോളേജ് പഠിപ്പിച്ചു. ഈ 2 കോളേജ് പഠിപ്പിച്ച സമയത്തും കോളേജിൽ നിന്ന് കുട്ടികൾ ടൂർ പോകും. അപ്പോൾ ടൂർ പോകുമ്പോൾ എന്തായാലും കൂടെ സ്റ്റാഫിനെയും കൊണ്ടുപോകണം. അങ്ങനെ 2 കൊല്ലവും ഈ പിള്ളേർ ടൂർ പോയ സമയത്ത് എന്നെയും ഇവരെ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ അവരൊന്ന് സ്റ്റാഫിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, ഇന്ന ആളെ വേണമെന്ന് പറയും. ആ ആൾക്കാരെയാണ് കൊണ്ടുപോകുക. എന്തോ ഞാൻ അവരുടെ അടുത്ത് അത്യാവശ്യം കമ്പനി ആയതുകൊണ്ടായിരിക്കാം 2 കൊല്ലവും എന്നെ ഇവർ ടൂറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൂറ് പോയ സമയത്തും എനിക്ക് ഈ തണുപ്പിൻ്റെയും പൊടിയുടെയും പ്രശ്നം ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ യാത്രകൾ പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഈ പഠിപ്പിക്കൽ കഴിഞ്ഞ് ഞാൻ എംടെക് എടുക്കാൻ പോയി. എംടെക് എടുത്തപ്പോഴും ഓരോ സെമസ്റ്ററിൻ്റെ എക്സാം കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ട്രിപ്പ് പോകും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ കൊള്ളിമലയ്ക്ക് പോയി. കൊള്ളി ഹിൽസ് പോകുമ്പോൾ റെയിൻകോട്ട് പോലും ഇല്ല, ഹെൽമെറ്റ് ഉണ്ട്. ഒരു സ്കൂട്ടറാണെന്ന് ഞാൻ ഓടിച്ചിരുന്നത്, യമഹ റേയോ മറ്റോ ആണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് കൊള്ളി ഹിൽസിലാണ് ഇത്രയും ഹെയർ പിൻ ബെൻഡുകൾ ഉള്ളത്, ഇത്രയും ഹൈറ്റിലാണ് അതെന്ന്. അന്ന് പോകുമ്പോൾ അതൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ മഞ്ഞത്തൂടെയൊക്കെ ഓടിച്ചൊക്കെ പോയി ട്രിപ്പൊക്കെ പോയി തിരിച്ചു വന്നു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് വാങ്ങുന്നത്. അപ്പോൾ തണ്ടർബേർഡ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ഈ ബുള്ളറ്റ് റൈഡുകൾ പോകുന്ന കാണാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ എനിക്കും ബുള്ളറ്റ് റൈഡ് പോകണമെന്നാണ്. പക്ഷെ അങ്ങനെ പോകാനായിട്ട് ക്ലബ്ബുകളിലൊന്നും ജോയിൻ ചെയ്യാനോ അങ്ങനെ ഒന്നും അടുത്തൊന്നും ക്ലബ്ബുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പരിപാടി ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റ് ഇട്ടു, ഞാനൊരു ബുള്ളറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നെല്ലിയാമ്പതിക്കാണ്, താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു 10 പേരെ കൂട്ടിയിട്ട്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഫേസ്ബുക്കിൽ നിന്ന് മാത്രം പരിചയമുള്ള ഒരു 10 പേരെ കൂട്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ബുള്ളറ്റ് ട്രിപ്പ് പോകുന്നത്. അത് നെല്ലിയാമ്പതിക്ക്. അത് സക്സസ് ആയപ്പോൾ പിന്നെയും വേറെ കുറച്ച് ട്രിപ്പുകൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ആയിരിക്കും നമ്മൾ യാത്ര തുടങ്ങുന്നത്, ഉച്ചയോടുകൂടി ആ സ്ഥലത്തെത്തും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പോൾ സ്റ്റേയുടെ ചിലവൊന്നുമില്ല. നമ്മൾ ഇവരെ നിന്ന് എക്സ്ട്രാ എമൗണ്ട് ഒന്നും മേടിക്കുന്നില്ല, സ്വന്തം എക്സ്പെൻസ് സ്വയം നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ട്രിപ്പ് പ്ലാനിങ് ഒക്കെ ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് എത്തുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണ്. കാരണം ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്കല്ലേ നമ്മളവിടെ എത്തുക. അപ്പോൾ ചൂടാണെങ്കിൽ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഓൾറെഡി ഈ തണുപ്പിനോടുള്ള പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ
അങ്ങനെ ഒരു ട്രിപ്പ് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ തണുപ്പിനോടുള്ള പ്രശ്നം മാറിയതുകൊണ്ട് അങ്ങനെ കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ കൂട്ടായ്മ ഉണ്ടായി. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ആ സഞ്ചാരിയുടെ ഭാഗമായിട്ട് യാത്രകൾ ചെയ്തു. പിന്നെ തൃശ്ശൂർ സഞ്ചാരിയുടെ അഡ്മിൻ പാനലിൽ ജോയിൻ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് കുറേ സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി. പിന്നെ നോക്കുമ്പോൾ പാസ്പോർട്ട് കയ്യിലുണ്ട്, അത് വെറുതെ ഇരിക്കുന്നു. അതിലൊരു സീല് പോയിട്ട് പേന കൊണ്ട് പോലും ആരും കോറിയിട്ടില്ല. അങ്ങനെ വിദേശത്തേക്ക് ട്രിപ്പ് പോയി. ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ യാത്രകൾ ഇത്രയും ആസ്വദിക്കുന്ന ഒരാളാണെന്നുള്ളത്. ഞാൻ യാത്രകൾ പോയി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ബിജീഷൊക്കെ പറയുമായിരുന്നു, എടാ നിന്നെ കൊണ്ട് പറ്റുമോ, പോയി വരാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ലടാ, പോയി നോക്കാം. പിന്നീട് ഞാൻ യാത്ര പോയി അവർക്കത് ഓക്കെ ആയി. ഞാൻ യാത്ര പോകുന്നതിൽ ഒരു പുതുമയില്ലാതെ. അപ്പോഴും പാരൻസിന് ഓക്കെ ആയിരുന്നില്ല, ഞാൻ യാത്ര ചെയ്യുന്നതിൽ അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് ഈ ഹെൽത്തിൻ്റെ റിസ്ക്, പിന്നെ ബൈക്ക് ഓടിച്ച് പോകുന്നതിലുള്ള അപകട സാധ്യതകളും പേടിയെല്ലാം കൊണ്ട് എന്നെ യാത്രയ്ക്ക് വിടാൻ ഇവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കോവിഡ് സംഭവിച്ചു. അങ്ങനെ ആർക്കും എവിടെയും പോകാൻ പറ്റാതെയായി. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇത്രയും കാലം യാത്ര ചെയ്തത് നന്നായി, കാരണം ഇപ്പോൾ ആർക്കും എവിടെയും പോകാൻ പറ്റുന്നില്ല, നീ ഒരുവിധം സ്ഥലത്തൊക്കെ പോയല്ലോ, അതെന്തായാലും നന്നായി എന്ന് അമ്മയ്ക്ക് അന്ന് മനസ്സിലായി. കാരണം നമുക്ക് ഒരു കാര്യത്തിൽ റെസ്ട്രിക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ബിടെക് കഴിഞ്ഞ 2011 എന്ന് പറയുന്ന ഒരു സമയത്ത് യാത്രകൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളായിരുന്നു. ആ ടൈമിൽ എന്നെ വെച്ചൊരു ട്രിപ്പ് ആരെങ്കിലും പ്ലാൻ ചെയ്താൽ ഞാൻ പോവില്ല. കാരണം എൻ്റെ ഈ ഹെൽത്ത് പ്രശ്നം കാരണം ഞാൻ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവർക്ക് അവസാനം ഒരു ബാധ്യത ആവുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെൻറ്റുകളും ഏറ്റവും നല്ല സന്തോഷങ്ങളും യാത്രയിലൂടെയാണ് ഞാൻ നേടിയെടുക്കുന്നത്. സോ ഇതെന്തോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.